Hello dear friends, ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. ചിത്രഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ അടുത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ബാർകോഡ് സി, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് നമ്പർ സിയിലെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇനിയുള്ള എക്സാമുകൾക്ക് ഇപ്പം കഴിഞ്ഞ SC/ST എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം, സ്റ്റാഫ് നേഴ്സ് കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് അവര് കൂടുതലും പ്രാധാന്യം നൽകുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം തിയറി നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ഓരോ എക്സാമിനും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മളും പഠന നിലവാരം ഉയർത്തേണ്ടതുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല കോമ്പറ്റേറ്റീവ് എക്സാം ബുക്കുകൾ മേടിച്ച് വായിക്കാം. അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു രീതിയിലുള്ള പഠനവും ഉയർത്താൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ പുതിയ ആളുകളാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാർണിംഗ് സൈൻസ് ഓഫ് ലങ് ക്യാൻസർ ഇൻക്ലൂഡ് പെർസിസ്റ്റന്റ് കഫ്, ബ്ലഡി സ്പ്യൂട്ടം, ഡിസ്നിയ ആൻഡ് വിച്ച് ഓഫ് ദ അതർ ഫോളോയിങ് സിംറ്റംസ്? Dizziness, options: dizziness, generalized weakness, hypotension, recurrent pleural effusion. വാർണിംഗ് സൈൻസ് ഓഫ് ലങ് ക്യാൻസർ ഇപ്പൊ നമുക്കറിയാം, പെർസിസ്റ്റന്റ് കഫ്, ബ്ലഡി സ്പ്യൂട്ടം, ഡിസ്നി ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഉള്ളത് കറക്റ്റ് ആൻസർ റീകറന്റ് പ്ലൂറൽ ഇഫ്യൂഷൻ ആണ്. റീകറന്റ് ആയിട്ടുള്ള പ്ലൂറൽ ഇഫ്യൂഷൻ വരുന്നത് ആ ഒരു വാർണിംഗ് സൈൻസ് ഓഫ് ലങ് ക്യാൻസർ ആണ്. ഡിസ്നെസ്, ജനറലൈസ്ഡ് വീക്ക്നെസ്, ഹൈപ്പോടെൻഷൻ ഒന്നും അതിന്റെ ഒരു സൈൻസ് ആയിട്ട് വരുന്നില്ല. നമുക്ക് നോക്കാം. The pleura are the thin membranes that line the lungs and the inside of the chest cavity and act to lubricate and facilitate breathing. Pleural effusion, sometimes referred to as water on the lungs, is the buildup of excess fluid between the layers of the pleura outside the lungs. അപ്പൊ ആ പ്ലൂറൽ ലെയേഴ്സിൽ ഉണ്ടാകുന്ന അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ആണ് പ്ലൂറൽ ഇഫ്യൂഷൻ. വാട്ടർ ഓൺ ദ ലങ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ പോയിന്റും വളരെ പ്രാധാന്യത്തോടെ നോട്ട്സുകൾ എഴുതി വെക്കുക. ദിസ് കണ്ടീഷൻ ഈസ് എ സൈൻ ദാറ്റ് ദ ക്യാൻസർ ഹാസ് സ്പ്രെഡ് ഓർ മെറ്റാസ്റ്റാസൈസ്ഡ് ടു ദ അതർ ഏരിയാസ് ഓഫ് ദ ബോഡി. ഈ ഒരു പ്ലൂറൽ ഇഫ്യൂഷൻ നമ്മുടെ ഈ ഒരു ക്യാൻസർ മറ്റുള്ള ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്ന് ബോഡി തരുന്ന ഒരു സൈൻ ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, at the time of diagnosis of Hodgkin's lymphoma, which of the following area is often involved? Options: back, neck, chest, groin. Correct answer neck ആണ് ഇവിടെ ആൻസർ. The time of diagnosis of Hodgkin's lymphoma, which of the following, ആ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഹോഡ്കിൻസ് ലിംഫോമ നെക്ക് ഏരിയയിലേക്കാണ് ഇൻവോൾവ് ആയിട്ടുണ്ടാകുക. കാരണം ഹോഡ്കിൻസ് ലിംഫോമ ആദ്യമായിട്ട് വരുന്നത് നെക്ക് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഹോഡ്കിൻസ് ലിംഫോമ മോസ്റ്റ് കോമൺലി അഫക്ട്സ് ലിംഫ് നോഡ്സ് ഇൻ ദ നെക്ക് ഓർ ഇൻ ദ ഏരിയ ബിറ്റ്വീൻ ദ ലെങ്സ് ആൻഡ് ബിഹൈൻഡ് ദ ബ്രസ്റ്റ് ബോൺ. ഇറ്റ് ക്യാൻ ഓൾസോ അഫക്ട് അണ്ടർ ആൻ ആം, ഇൻ ദ ഗ്രോയിൻ, ഇൻ അബ്ഡമൻ ഓർ പെൽവിസ്. സാധാരണ ഹോഡ്കിൻസ് ലിംഫോമ വരുന്നത് നെക്കിലാണ്. അതുപോലെ ലെങ്സ് ഏരിയ ബിറ്റ്വീൻ ദ ലെങ്സ് ആൻഡ് ബ്രസ്റ്റ് ബോൺ, ബ്രസ്റ്റ് ബോണിന്റെയും ലെങ്സിന്റെ ഇടയിലുള്ള ഏരിയയിലും ഈ ഒരു അണ്ടർ ആമിലും ഗ്രോയിൻ ഏരിയയിലും, നമ്മുടെ ആ ഒരു ഗ്രോയിൻ ഏരിയ, അതുപോലെ അബ്ഡമൻ ഓർ പെൽവിസിലൊക്കെയാണ് സാധാരണ കാണുന്നത്. ഫസ്റ്റ് എവിടെയാന്ന് ചോദിച്ചാൽ നെക്കിലാണ്. റീഡ്സ്റ്റേൺബർഗ് സെൽസ് ഇൻ Hodgkin's lymphoma have a distinctive large cell morphology. ഈ ഒരു ഹോഡ്കിൻസ് ലിംഫോമയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാവുന്നതാണ്. റീഡ്സ്റ്റേൺബർഗ് കാണപ്പെടുന്നത്, ബർഗ് സെൽസ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഏത് ക്യാൻസറിലാണെന്ന് ചോദിച്ചാൽ ഹോഡ്കിൻസ് ലിംഫോമയിലാണ്. Are characteristic of the disease, these cells are a type of white blood cells, B lymphocyte, that have become cancerous. ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ആ സെൽസിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതാണ് റീഡ്സ്റ്റേൺബർഗ് സെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാലിഗ്നന്റ് ട്യൂമർ ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ? ഓപ്ഷൻസ്: സാർക്കോമ, കാഴ്സിനോമ, ഓസ്റ്റിയോമ, ഗ്ലോക്കോമ.
കറക്റ്റ് ആൻസർ സാർക്കോമയാണ്. സാർക്കോമ ഇസ് ദ മാലിഗ്നന്റ് ട്യൂമർ ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂയിൽ ഉണ്ടാകുന്ന മാലിഗ്നന്റ് ട്യൂമർ എന്ന് വെച്ചാൽ സാർക്കോമയാണ്. സാർക്കോമസ് ഫോം ഇൻ കണക്റ്റീവ് ടിഷ്യൂസ് such as bone, muscles, tendons, ligaments, fat and cartilage. അപ്പൊ എവിടെയൊക്കെ സാർക്കോമ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൺ ക്യാൻസർ ആണ്. അതുപോലെ മസിൽസിലും ടെൻഡൻസിലും ലിഗമെന്റ്സിലും കാർട്ടിലേജിലും ഒക്കെ സാർക്കോമാസ് ഉണ്ടാകാം. സാർക്കോമാസ് ക്യാൻ ബി ബിനൈൻ, നോൺ ക്യാൻസറസ് ആയിട്ടുള്ള വലിയ ഉപദ്രവം ഇല്ലാത്ത ട്യൂമർ ആയിട്ടും അതുപോലെ മാലിഗ്നന്റ് ട്യൂമർ ആയിട്ടും സാർക്കോമ ഉണ്ടാകുന്നുണ്ട്. ലോ ഗ്രേഡ് സാർക്കോമാസ് ക്യാൻ യൂഷ്വലി ബി എഫക്റ്റീവ്ലി റിമൂവ്ഡ് ബൈ സർജറി അലോൺ. ഇപ്പൊ ലോ ഗ്രേഡ് സാർക്കോമ ആണെങ്കിൽ നമുക്ക് നിസ്സാരമായ ഒരു സർജറിയിലൂടെ എടുത്തു കളയാം, പിന്നീട് അത് ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ഹൈ ഗ്രേഡ് ആൻഡ് ലാർജർ ദാൻ 2 inches 5 centimeter ആർ ഓഫൺ ട്രീറ്റഡ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് സർജറി ആൻഡ് റേഡിയേഷൻ തെറാപ്പി. ഹൈ ഗ്രേഡ് സാർക്കോമയാണ് കുറച്ച്, അതായത് കീമോയും സർജറി എല്ലാം വേണ്ടി വരുന്നതാണ് ഹൈ ഗ്രേഡ് സാർക്കോമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is suggested surgical intervention for CA prostate? Options: radical prostatectomy, bilateral orchiectomy, transurethral resection of prostate, transurethral resection of bladder tumor. Correct answer radical prostatectomy ആണ്. റേഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി ആണ് സർജിക്കൽ ഇന്റർവെൻഷൻ ഓഫ് CA പ്രോസ്റ്റേറ്റ്. ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാലുള്ള സർജറി ഏതെന്ന് ചോദിച്ചാൽ റേഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി ആണ്. റേഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി ഇസ് വൺ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഫോർ മെൻ വിത്ത് ലോക്കലൈസ്ഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സർജറിയുടെ പേരാണ് റേഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി. എൻറ്റയർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് റിമൂവ്ഡ്. ആ ഒരു സർജറിയിൽ എൻറ്റയർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നു. മെയിൻ കോംപ്ലിക്കേഷൻ ഈസ് ബ്ലീഡിംഗ് ഡ്യൂറിംഗ് ഓർ സൂൺ ആഫ്റ്റർ ദ ഓപ്പറേഷൻ ആൻഡ് പോസിബിളി നീഡിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് റിമൂവൽ, പ്രോസ്റ്റക്ടമിയുടെ സർജറിയുടെ മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് തന്നെയാണ്. അതിന്റെ ആൻസർ ബ്ലീഡിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ക്യാൻസർ ഹാസ് പുവറസ്റ്റ് പ്രോഗ്നോസിസ് ഗിവൺ ബിലോ? ഓപ്ഷൻസ്: ലുക്കീമിയ, ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ലിംഫോമ. കറക്റ്റ് ആൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. പാൻക്രിയാറ്റിക് ക്യാൻസറിനാണ് ഏറ്റവും പുവറസ്റ്റ് പ്രോഗ്നോസിസ്. ഏതാണെന്ന് ചോദിച്ചാൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ് ഏറ്റവും പുവറസ്റ്റ് പ്രോഗ്നോസിസ്. വിപ്പിൾ പ്രൊസീജിയർ ഓർ എ പാൻക്രിയാറ്റക്ടമി ക്യാൻ റിമൂവ് പോർഷൻ ഓർ ഓൾ ഓഫ് ദ പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാറ്റിക് ക്യാൻസറിന്റെ സർജറിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ വിപ്പിൾ പ്രൊസീജിയർ ആണ്. ഈ പ്രൊസീജിയറിൽ പാൻക്രിയാസ് പോർഷൻ ആയിട്ടോ ഫുൾ ആയിട്ടോ റിമൂവ് ചെയ്യും. ദ വിപ്പിൾ പ്രൊസീജിയർ, അതർ നെയിം പാൻക്രിയാറ്റിക്കോ ഡിയോഡിനെക്ടമി. എന്താണ് വിപ്പിൾ പ്രൊസീജിയറിന്റെ മറ്റൊരു പേരെന്ന് ചോദിച്ചാൽ പാൻക്രിയാറ്റിക്കോ ഡിയോഡിനെക്ടമി ആണ്. It's an operation to remove the head of the pancreas, the first part of the small intestine, that is duodenum, the gallbladder and the bile duct. ചിലപ്പോൾ ചോദിക്കാം വിപ്പിൾ പ്രൊസീജിയറിൽ ഏതൊക്കെ പാർട്ടാണ് റിമൂവ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ പാൻക്രിയാസ്, അതുപോലെ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീൻ, ദാറ്റ് ഈസ് ഡിയോഡിനം, ദ ഗോൾ ബ്ലാഡർ ആൻഡ് ദ ബൈൽ ഡക്ട്. ഇത്രയും ഓർഗൻസ് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വെക്കണം ഏതൊക്കെയാണെന്നുള്ളത്. ഒരു 2 പ്രാവശ്യം ഒന്ന് പോസ് ചെയ്ത് വായിച്ചാൽ കുഴപ്പമില്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ ഫീച്ചർ ഓഫ് ബിനൈൻ ട്യൂമർ? ഓപ്ഷൻസ്: ഇൻഫിൽട്രേറ്റീവ് ടൈപ്പ് ഓഫ് ഗ്രോത്ത്, മെറ്റാസ്റ്റാസിസ് ഈസ് പ്രസന്റ്, കണ്ടെയ്ൻഡ് വിത്തിൻ എ ക്യാപ്സ്യൂൾ, ഗ്രോസ് റാപ്പിഡ്ലി. കറക്റ്റ് ആൻസർ കണ്ടെയ്ൻ വിത്തിൻ എ ക്യാപ്സ്യൂൾ. ദാറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ബിനൈൻ ട്യൂമർ. ഒരു ക്യാപ്സ്യൂളിനുള്ളിൽ മാത്രമേ അത് നിന്ന് വളരുകയുള്ളൂ, വളരെ സ്ലോ ആയിട്ട് വളരുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇൻഫിൽട്രേറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറാണ്. Next question, the patient with cancer is receiving chemotherapy and develops thrombocytopenia. The nurse identifies which intervention as the highest priority in the nursing plan of care. Correct options: ambulation 3 times a day, monitoring a platelet count, monitoring temperature, monitoring for pathological factors. കറക്റ്റ് ആൻസർ മോണിറ്ററിംഗ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്നെയാണ്. മോണിറ്ററിംഗ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അപ്പൊ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ പേഷ്യന്റിന് ത്രോംബോസൈറ്റോപീനിയ വരാറുണ്ട്.
അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ മോണിറ്റർ, ആ ഒരു ബ്ലഡ് ടെസ്റ്റ് മോണിറ്റർ ചെയ്യണം. അതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻ ദ നഴ്സിംഗ് കെയർ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Next question. In the patient with the terminal lung cancer, the focus of nursing care is on which of the following nursing interventions? Options: prepare the patient will, provide nutritional support, provide emotional support, provide pain control. Correct answer: provide pain control. അപ്പോൾ ആദ്യത്തെ nursing action to provide pain control. Terminal lung cancer patient ആണ്. So which intervention is the most priority എന്ന് ചോദിച്ചാൽ പെയിൻ കൺട്രോൾ കുറയ്ക്കുക, പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇമോഷണൽ സപ്പോർട്ടും ന്യൂട്രീഷൻ സപ്പോർട്ടും ഒക്കെ അത്യാവശ്യമാണ്. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ അത് പ്രൊവൈഡ് പെയിൻ കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. മോർഫിൻ ഈസ് യൂസ്ഡ് റിലീഫ് ഓഫ് മോഡറേറ്റ് ടു സിവിയർ പെയിൻ ഇൻ ബോത്ത് അക്യൂട്ട് ആൻഡ് ക്രോണിക് മാനേജ്മെന്റ്. അപ്പൊ സിവിയർ ക്യാൻസറസ് ആയിട്ടുള്ള പേഷ്യൻസിന് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഓറലി അതുപോലെ IV ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ മോർഫിൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അക്യൂട്ട് ചെസ്റ്റ് പെയിനിലും കൊടുക്കാറുണ്ട്. ഇനിഷ്യൽ ഡോസ് 4 mg to 10 mg സ്ലോലി ഓവർ 4 to 5 minutes 4th hourly. ഇനിഷ്യൽ ഡോസ് 4 മുതൽ 10 mg വരെ സ്ലോലി IV ആണ് കൊടുക്കേണ്ടത്. 4th hourly ആണ് കൊടുക്കേണ്ടത്. വളരെ സ്ലോ ആയിട്ട് IV കൊടുക്കേണ്ടത് 4th hourly. ഓറൽ 10 to 30 mg 4th hourly. ഓറൽ ടാബ്ലറ്റ് ഉണ്ട്, അത് 10 to 30 mg 4th hourly ആണ് കൊടുക്കേണ്ടത്. അക്യൂട്ട് പെയിൻ പേഷ്യന്റ് നീഡ് 8 mg in 24 hours. സിവിയർ പെയിനിലുള്ള ഏത് പേഷ്യന്റ് ആണെങ്കിലും ആ പേഷ്യന്റ് 24 മണിക്കൂറിൽ മിനിമം 8 mg മോർഫിൻ കിട്ടണം, എങ്കിൽ മാത്രമേ ആ ഒരു വേദന കുറഞ്ഞു കിട്ടുകയുള്ളൂ. Next question. Mr. Sharma with advanced breast cancer. Sorry, Miss Sharma with advanced breast cancer is prescribed tamoxifen, Nolvadex. When the teaching the patient about this drug, the nurse should emphasize the importance of reporting which adverse reaction immediately. Options: hearing loss, headache, vision changes, anorexia. കറക്റ്റ് ആൻസർ വിഷൻ ചേഞ്ചസ് ആണ്. അപ്പോൾ സാധാരണ ഈ ഒരു ടെമോക്സിഫൻ, നോൾവാഡെക്സ് എന്നുള്ള കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് കഴിക്കുന്ന സമയത്ത് പേഷ്യൻസിന് കാഴ്ചശക്തിക്കുള്ള പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അത് നോട്ട് ചെയ്യണം. ഈ ഒരു ഡ്രഗിന് മാത്രമുള്ളതാണ്. എക്സ്റ്റെൻസീവ് റെറ്റിനൽ ലീഷൻസ് ആൻഡ് മാക്യുലർ എഡിമ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ഇൻ എ ഫ്യൂ പേഷ്യൻസ് റിസീവിംഗ് ഹൈ ഡോസ് തമോക്സിഫൻ. സോ റെറ്റിനൽ ലീഷൻസും മാക്യുലർ എഡിമയും ഉണ്ടാകാറുണ്ട്. ബാക്കിയുള്ള ഹെഡേക്ക്, അനോറക്സിയ, അതുപോലെ ഹെയർ ലോസ്, നോസിയ, വൊമിറ്റിംഗ്, ഇതൊക്കെ സാധാരണ ഏതൊരു കീമോതെറാപ്യൂട്ടിക് ഡ്രഗ് എടുത്താലും നമുക്ക് ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ തമോക്സിഫൻ എന്നുള്ള ഡ്രഗിന് സ്പെഷ്യലായിട്ട് വിഷൻ ചേഞ്ചസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Next question. Kaposi sarcoma is the type of cancer which is common in people with options: kidney failure, liver cirrhosis, Kangri cancer, HIV. കറക്റ്റ് ആൻസർ HIV ആണ്. HIV കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്കിൻ ക്യാൻസർ ആണ് കാപ്പോസി സാർക്കോമ. Kaposi sarcoma is a type of cancer that forms in the lining of blood and lymph vessels. The tumors, lesions of Kaposi sarcoma typically appear as painless purplish spots on the legs, feet, or face. Lesions can also appear in the genital area, mouth, or lymph nodes. ഒരു ക്യാൻസർ ബ്ലഡ് വെസൽ, ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസിൽ കാണുന്ന ഒരു ലീഷൻസ് ആണ്, ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസ് ആണ്. പ്രത്യേകിച്ചും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ HIV പേഷ്യൻസിനാണ് പെട്ടെന്ന് ഇത് അഫക്ട് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇമ്മ്യൂണിറ്റി കുറയുന്നത് തന്നെയാണ് കാരണം. സോ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ക്യാൻസറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കേരള PSCയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിലേറ്റഡ് പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, ഇനി വരുന്ന JHE ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ, എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ
പഴയ പ്ലേലിസ്റ്റ് എടുത്ത് അതിലെ പഴയ വീഡിയോകളെല്ലാം കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാർക്കിനുള്ള പോയിന്റ്സുകൾ കിട്ടും. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് എക്സാം അറ്റൻഡ് ചെയ്ത പലരുടെയും അഭിപ്രായമാണ്. നിങ്ങൾക്ക് അറിയാം, പലരും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കുറെ മാർക്ക് അതിൽ നിന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ കൂടെ അത്തരത്തിലുള്ള വീഡിയോകൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 59 or 199 റുപ്പീസ് കൊടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് വീക്കിലി ഒരു വീഡിയോ ആയിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാംസ്.